ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഷീറ്റിൽ നിന്ന് മഴവെള്ളം എങ്ങനെയാണ് നമുക്കൊരു പൈപ്പ് ഉപയോഗിച്ച് നമുക്ക് അപ്പുറത്ത്, അതായത് മതിലിൻ്റെ മറു സൈഡിലേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പൈപ്പ്, അതായത് മഴവെള്ളത്തിൻ്റെ ഡ്രെയിൻ ഔട്ട് കൊണ്ടുപോകുന്നതിലേക്കായിട്ട് അതായത് മതിലിൻ്റെ സൈഡിലായിട്ട് 2 തൂങ്കെട്ടി കാണാൻ സാധിക്കും. അപ്പോൾ ഈ തൂങ്കെട്ടി കട്ട് ചെയ്ത് മാറ്റിയ ശേഷം മാത്രമേ നമുക്ക് പൈപ്പ് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതിലിൻ്റെ മേൽഭാഗത്ത് വെച്ച് ക്ലാമ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ക്ലാമ്പ് ചെയ്യുന്നതിലേക്കുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ തന്നെ കൊണ്ടുപോയിട്ട് മറു സൈഡിൻ്റെ മതിൽ ഹോളാക്കിയതിന് ശേഷം നമുക്ക് താഴെ അവിടെ ഒരു കുഴിയുണ്ട്, ആ കുഴിയിലാണ് കൊടുക്കുന്നത്. 2 ഡ്രെയിൻ ഔട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഒരു ഡ്രെയിൻ ഔട്ട് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഈ 2 ഡ്രെയിൻ ഔട്ടും, ഒരു ഡ്രെയിൻ ഔട്ട് അവിടെ എൽബോ ഇട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ടീ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നേരെ താഴെ ഇറക്കാവുന്നതാണ്. ഈ ഭാഗത്ത് ഒരു എൽബോയും 40 ഇട്ടിട്ട് ഈ കാണുന്ന ഈ വെള്ളം കിടക്കുന്ന ഭാഗത്തായിട്ട് ഇറക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മഴവെള്ളത്തിന് ഡ്രെയിൻ ഔട്ടിൽ നിന്ന് നേരെ നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ക്ക് 2.5 ഫിറ്റിങ്സ് ആണ്. 3ക്ക് 2.5 റെഡ്യൂസറാണ്. അതായത് ആ ഡ്രെയിൻ ഔട്ട് എന്ന് പറയുന്നത് 2.5 ഇഞ്ചും അതിൽ നിന്ന് നേരെ നമുക്ക് 3 ഇഞ്ച് പൈപ്പ് ഉപയോഗിച്ചാണ് ഇറങ്ങുന്നത്. കാരണം 2 കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വരും എന്നതിനാൽ നമ്മൾ ഒരു 3 ഇഞ്ച് പൈപ്പ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 3 ഇഞ്ച് പൈപ്പാണ് ഇതിൽ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മഴവെള്ളത്തിൻ്റെ ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുക. കാരണം സ്ലോപ്പ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആ വെള്ളം അതിനകത്ത് കെട്ടി നിന്ന് പൈപ്പ് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് അതായത് ഒന്ന് താഴാൻ ചാൻസ് ഉണ്ട്. അത് ക്ലാമ്പിൽ വെയിറ്റ് പിടിച്ച് നിന്നിട്ട് താഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മേലിൽ നിന്നുള്ള വെള്ളമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പോകേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കുറച്ച് വെള്ളം അതിനുള്ളിൽ തങ്ങി നിൽക്കും. അത് പിന്നെ കാലക്രമേണ പൈപ്പ് വലിഞ്ഞ് താഴോട്ട് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ലോപ്പ് ഇട്ടൊഴിഞ്ഞ് ആ വെള്ളം പൂർണ്ണമായിട്ട് അതിൽ പൈപ്പിൽ നിന്നും പോകുന്നതാണ്. അപ്പോൾ പൈപ്പുകൾക്ക് ക്ലാമ്പുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്കുള്ള ഒരു 80 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലെങ്കിലും നമുക്ക് പൈപ്പിൽ ക്ലാമ്പ് ചെയ്യേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഹൊറിസോണിൽ നിൽക്കുന്ന ലൈൻ ആയതുകൊണ്ട് കൂടുതൽ വെയിറ്റ് പിടിക്കാൻ സാധ്യതയുള്ളത് തന്നെ നമ്മൾ കുറഞ്ഞൊരു 80 സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ടെങ്കിലും നമുക്ക് ക്ലാമ്പ് ചെയ്യേണ്ടതാണ്.
അപ്പോൾ മഴവെള്ളത്തിൻ്റെ രണ്ടാമത്തെ ഡ്രെയിനൗട്ട് നമ്മൾ ടി ഉപയോഗിച്ച് കണക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു L/40 ഉപയോഗിച്ച് നേരത്തെ കാണിച്ച ആ കുഴിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു. അപ്പോൾ L/40 ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നേരെ കാണുന്ന കുഴിയിലേക്ക് ഇത് കണക്ട് ചെയ്യാവുന്നതാണ്.